മാതൃഭൂമി ന്യൂസിന്റെ ഇലക്ഷൻ ബസ് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അമ്പൂരിൽ നിന്നായിരുന്നു തുടക്കം. അങ്ങനെ ബസ് ഓരോരുത്തരെയും കണ്ട അഭിപ്രായങ്ങൾ അറിഞ്ഞ് സ്വരൂപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇലക്ഷൻ ബസ് യാത്ര. വി ശിവൻകുട്ടിയുമായുള്ള സംഭാഷണമാണ് അഭിലാഷ് മോഹനും ശ്രീജയും നടത്തുന്നത്. അതിലേക്ക് കോൺഗ്രസിൽ ഉറച്ച് നിർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ എന്ത് പറയാൻ വേണ്ടി പറ്റി നോക്കുക. ഇപ്പം മന്ത്രി എന്നുള്ള നിലയിൽ കുട്ടികളുടെയൊക്കെ പൂക്കിയാണെന്നാണ് പറയാ. അതായത് മുമ്പ് നമ്മളൊക്കെ ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോൾ വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കർക്കശക്കാരനായ തിരുവനന്തപുരത്തെ ഒരു CPM നേതാവെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി പൂക്കി അപ്പൂപ്പനായി മാറി, മന്ത്രി അപ്പൂപ്പനായി മാറി. ഈ 5 വർഷം അങ്ങേക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ. എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ്. നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥ, ജീവിക്കുന്ന അന്തരീക്ഷം, ജീവിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്, അതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ മാറി ചിന്തിക്കണമല്ലോ. എങ്കിൽ തന്നെ എന്നല്ലേ ആ സമൂഹത്തോടൊപ്പം നമുക്ക് പോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലാതെ 20 വർഷക്കാലത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ മുൻകാലങ്ങളിൽ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വലിയ കോംപ്ലിക്കേറ്റഡ് പിടിച്ചൊരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഒരു 47 ലക്ഷം വിദ്യാർത്ഥികൾ, ഒരു 1,92,200 വരുന്ന അധ്യാപകർ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ പരീക്ഷ, പാഠോത്സവ പ്രിൻറ്റിങ്, യുവജനോത്സവം, പിന്നെ സ്പോർട്സ് കായികമേളകൾ, ശാസ്ത്രമേളകൾ, ഒരു വർഷത്തിലെ എല്ലാ ദിവസവും പരിപാടിയാണ്. മാധ്യമങ്ങളോ ഇങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോ? പാഠോത്സവം പ്രിൻ്റ് ചെയ്ത് ഇറക്കിയാൽ ഒരു കുത്തുണ്ടോ, കോമയുണ്ടോ, അക്ഷരത്തെറ്റുണ്ടോ? 10 വർഷത്തെ പാഠോത്സവം ഞാൻ വരുമ്പോൾ കുട്ടികളെ പഠിച്ചുകൊണ്ടിരുന്നത്, 10 വർഷത്തിന് പിന്നിലുള്ള പാഠോത്സവം. അപ്പോൾ അത് ഒരു പരാതിയില്ലാതെ അത് ഇറക്കിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ശിവൻകുട്ടിയുമായി ശ്രീജ, ശ്യാമും അഭിലാഷ് മോഹനും സംസാരിക്കുകയാണ്. അതാണ് പ്രേക്ഷകർ കണ്ടത്.